ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കേരള ലഞ്ച് മെനുവിൻ്റെ 116ാമത്തെ മെനു ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് മാമ്പഴം അല്ലെങ്കിൽ പഴുത്ത മാങ്ങ കൊണ്ടുള്ള ഒരു രസമാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആയിരുന്നു. അതിൻ്റെ ഒപ്പം വൻപയർ ഉലർത്തിയതും പിന്നെ സാലഡും പിക്കിളും കൊണ്ടാട്ടവും പപ്പടമൊക്കെ വെച്ചിട്ട് നമ്മുടെ മീൽ റെഡി ആയിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ മെനു ഐഡിയാസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ റെസിപ്പി എന്ന് പറയുന്നത് മാമ്പഴം കൊണ്ടുള്ള രസമാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് പുളിവെള്ളം ഒരു പാത്രത്തിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് എടുത്ത തോരപ്പരിപ്പും പിന്നെ രസത്തിന് ആവശ്യമുള്ള വെള്ളവും കൂടി ഞാൻ ചേർത്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പരിപ്പ് നല്ലപോലെ വെന്തുടയണം, എന്നിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. ഇനി ഇതിലേക്ക് രസത്തിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യും. അപ്പോൾ പരിപ്പും പുളിവെള്ളവും കൂടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയും സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ രസം ഉണ്ടാക്കുമ്പോൾ സാമ്പാർ പൊടി കൊണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇതും കൂടി ഒന്ന് തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പൊ ഇത് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പഴുത്ത മാങ്ങ ഞാനിങ്ങനെ ഒന്ന് പൾപ്പാക്കിയിട്ട്, അതായത് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. വല്ലാണ്ട് അങ്ങോട്ട് ഉടച്ചിട്ടില്ല, കുറച്ച് കഷ്ണങ്ങൾ ഉണ്ടാവും, അങ്ങനെ എടുത്തിട്ടുണ്ട് പഴുത്ത മാങ്ങ. അപ്പോൾ ഒരു വലിയ മാങ്ങയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു കണ്ടോ, കുറച്ച് തരി ബാക്കിയൊക്കെ ഒന്ന് ഉടച്ചും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നേരം കൂടെ ഇതൊന്നും തിളച്ച് വന്നോട്ടെ. അപ്പൊ നല്ല തള വരുമ്പോൾ അതിലേക്ക് നമ്മൾ മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വറുത്തിടാനായിട്ട് നെയ്യിൽ കടുകും ജീരകവും ചുവന്ന മുളകും കരിവേപ്പിലയും കൂടി വറുത്തിടുകയാണ്. അതിൻ്റെ ഒപ്പം കുറച്ച് കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇത് ആഡ് ചെയ്തിട്ട് ഈ പാത്രം ഒന്ന് അടച്ചു വെക്കുക. കഴിക്കാൻ നേരത്തെ തുറന്ന് ഉപയോഗിക്കാം. അപ്പം ഇനി നമുക്ക് അടുത്തത് നമ്മുടെ വൻപയറിൻ്റെ തോരനോ ഉലർത്തോ ഉണ്ടാക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, കരിവേപ്പിലയും കൂടെ നന്നായിട്ട് ചതച്ചെടുത്തത് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ലൈറ്റായിട്ടൊന്ന് ചുവന്നോട്ടെ, അതുവരെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇടിച്ച ചുവന്ന മുളക് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയും ചേർക്കാം, ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ്. അപ്പോൾ അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ വൻപയർ പ്രഷർ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു 2 വിസിൽ ഹൈയിലിട്ടിട്ട് പിന്നെ ഒരു 20-25 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്കറിലൊന്ന് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പയർ റെഡിയാവും. ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്, പ്രഷർ കുക്ക് ചെയ്തിരിക്കുന്നത്. ബാക്കി ഉപ്പ് ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് ഡ്രൈ ആവണ വരെ കുക്ക് ചെയ്തെടുക്കുകയേ വേണ്ടുള്ളൂ. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കാൻ നോക്കുക. ഞാനിതിൽ കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നന്നായി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഡ്രൈ ആയി വന്ന് നമ്മുടെ പയർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വിളമ്പാൻ എടുക്കാം. അപ്പോൾ ഇന്നത്തെ സൂപ്പർ സിമ്പിളായ 2 റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.